എങ്ങനെയുണ്ട് ഡൽഹി? ഡൽഹി എന്താ പറയാ, നമുക്ക് ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ നിന്നല്ല നമുക്ക് ഒരിക്കലും സാധിക്കും എന്ന് ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതാണ് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത്. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയോ, നിങ്ങൾ വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം തരുന്ന ഒരു ഗവൺമെന്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗവൺമെന്റ്. നമുക്ക് ബസ്സിൽ കയറിയാൽ ബസ് ഫെയർ കൊടുക്കണ്ടാത്ത ഒരു ഗവൺമെന്റ് സംവിധാനം. നമ്മുടെ KSRTC പ്രൈവറ്റ് ബസ്സിനേക്കാളും കൂടുതലാണ് അവർ വാങ്ങുന്നത്. സൗകര്യങ്ങൾ പരിമിതമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോക്കാം. ഞാൻ ഡൽഹിയിലാണ് ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ കേരളത്തിൽ വരുമ്പം നമ്മൾക്ക് ഇവിടെയുള്ള പല ഇപ്പം ഒന്നും വേണ്ട, ഞാനിപ്പം ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് LIC ഓഫീസിൽ ഞാൻ അവിടെ വരാം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണ്ടേ എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊരു വലിയ അവസ്ഥയാണ്. നമുക്ക് വൃത്തിയുള്ളൊരു ശൗചാലയം ഇല്ല. ഇത് കേന്ദ്രം പറഞ്ഞാലും സംസ്ഥാനം പറഞ്ഞാലും ഇവിടെയൊന്നും ആ യാഥാർത്ഥ്യം നടക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നത് ആണുങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു മതിലിന്റെ അവിടെയോ ഒരു വേലിക്കടക്കയോ പോയി അവർക്ക് കാര്യം സാധിക്കാം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇതുപോലെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ തൊട്ട് നമുക്ക് പണ്ട് ഞങ്ങൾ മാവേലി സ്റ്റോറിൽ വരി നിന്നിട്ടുണ്ട്, റേഷൻ കടയിൽ പോയ സാധനം കിട്ടും. ഇന്ന് നമുക്ക് സപ്ലൈകോയിൽ പോയാൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടോ? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി. ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പം 8 കൊല്ലം കഴിഞ്ഞു അല്ലേ? ഈ 8 കൊല്ലത്തിനുള്ള എത്ര വട്ടം ഇലക്ട്രിസിറ്റി വില കൂട്ടിയിട്ടുണ്ട്? കേരളത്തിൽ 44 നദികളുണ്ട്, സ്വന്തമായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇത്രയും ഡാമുകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നാളോഹരി ഇവര് ഈ ഭരണകർത്താക്കൾ വരുന്നതിന് മുമ്പ് 8 കൊല്ലം മുമ്പ് ഓഹരി 49,000 രൂപ ഒരാൾക്ക്, ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിന് കടബാധ്യതയുള്ള നമുക്ക് ഇന്ന് 1,00,000 ചില്ലുവാനം രൂപ കടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ